ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുന്ന് അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്നു. അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം വേണ്ട പ്രകാരം കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അവിടുത്തെ ജനത്തെ രാത്രി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനി ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സഖറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് സഖറിയ ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവർ ആണിക്കല്ല് കയറ്റും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വേല ഏറ്റെടുക്കുന്നവർ അനേകർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനും നിങ്ങളും ഈ പ്രകാരം ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കടന്നു വരുന്ന തടസ്സങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ പലപ്പോഴും ഞാനും നിങ്ങളും പകച്ചു നിൽക്കാറുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് പലപ്പോഴും പ്രതിയോഗിയായ പിശാചിൻ്റെ പോരാട്ടങ്ങൾ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ അതിനെയൊക്കെയും അതിജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ദൈവിക ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ടത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നമ്മുടെ ധനത്തിൻ്റെ മഹിമ കൊണ്ടോ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ഞാനും നിങ്ങളും ദൈവിക ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിന് പരമപ്രധാനമായ ഒരു ദൈവവേദന ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവൻ്റെ മുന്നിൽ കടന്നു വരുന്ന പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളെയും അവൻ അതിജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ആർജിച്ചെടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാതെ തന്നെ ശക്തി നമ്മൾക്ക് തരുമെന്ന് ഒരിക്കലും ഞാനും നിങ്ങളും ധരിക്കരുത്. പ്രയാസങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, പക്ഷെ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാനും നിങ്ങളും ഓരോരുത്തരും സ്വയമായി ആർജിച്ചെടുക്കേണ്ടതാണ്. എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥന കൊണ്ടാണ് ഈ ശക്തിയെ ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കേണ്ടത്. ബലപ്രയോഗത്തിലൂടെയോ ഒന്നും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരികയില്ല. നിർബന്ധത്താലും സമ്മർദ്ദത്താലും ഒന്നും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുകയില്ല. പിന്നെയോ നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥന കൊണ്ട് ഈ ശക്തിയെ ഞാനും നിങ്ങളും നേരിടണം. ഇവിടെ ബാബിലോൺ പ്രവാസത്തിനു ശേഷം യെരൂശലേം ദേവാലയം പണിയുവാൻ തക്കവണ്ണം ഒരു കൂട്ടം ആളുകൾ കടന്നു വരുമ്പോൾ അവിടെ ദേവാലയ പണിക്ക് തടസ്സങ്ങൾ കടന്നു വരികയാണ്.
ദേവാലയം പണിയുവാൻ സമയമായിട്ടില്ല എന്ന ഈ പ്രകാരമൊക്കെയും ജനം പറഞ്ഞു കഴിയുമ്പോൾ സർവശക്തനായ ദൈവം യെരമ്യാ പ്രവാചകനിലൂടെ സെരുബ്ബാബേലിനോട് പറയുന്ന ഒരു അരുളപ്പാടാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേട്ടതായ കുറിവാക്യം. സെരുബ്ബാബേലിനോട് സർവശക്തനായ ദൈവം പറയുന്നു, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. അതെ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങളെ ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് സൈന്യങ്ങൾ കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. നമ്മുടെ മുന്നിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങളെ ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. സെരുബ്ബാബേലിനോട് ദൈവം പറയുന്നു, നിന്റെ മുമ്പിൽ പർവ്വത സമാനമായ വിഷയങ്ങൾ നിൽക്കുകയാണ്. ദേവാലയം പണിക്ക് തടസ്സമായി നിൽക്കുന്ന ആ പർവ്വതങ്ങളെ നീ സമഭൂമിയാക്കുവാൻ തക്കവണ്ണം ദൈവം യെരമ്യാ പ്രവാചകനിലൂടെ കൽപ്പിക്കുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ നീ ആണിക്കല്ല് കയറ്റുമെന്ന് ദൈവം അവിടെ ഉറപ്പ് നൽകുകയാണ്. നമുക്ക് ആ സംഭവത്തിൻ്റെ പശ്ചാത്തലമൊക്കെയും നമുക്കറിയാം. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കോരശിന്റെ ഹൃദയത്തിലുള്ള ദൈവം ഉണർത്തി ദേവാലയത്തിന്റെ പണിക്ക് ആവശ്യമായ ജനത്തെ ഒക്കെയും അയക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, യെരമ്യാ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് പൂർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ പാർസി രാജാവായ കോരശിന്റെ മനസ്സ് ഉണർത്തി അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഈ പ്രകാരം രേഖപ്പെടുത്തുകയും ചെയ്തു. പാർസി രാജാവായ കോരശ് ഈ പ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. യെഹൂദായിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ പാർസി രാജാവായ കോരശിന്റെ ഹൃദയത്തില് ദൈവം പ്രവർത്തിക്കുകയാണ്. യെരൂശലേം ദേവാലയം പണിയുവാൻ തക്കവണ്ണം കോരശിന്റെ ഹൃദയത്തെ സർവശക്തനായ ദൈവം ഉണർത്തുന്നതായി ദൈവത്തിന്റെ തിരുവചനം അവിടെ പറയുന്നു. അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 4-5 വാക്യങ്ങളിൽ പ്രവാസികളിൽ അവശേഷിക്കുന്നവർക്ക് തങ്ങൾ പാർക്കുന്ന ദേശത്തെ സ്വദേശികൾ വെള്ളി പൊന്ന് മറ്റു സാധനങ്ങൾ കന്നുകാലികൾ എന്നിവയാലും യെരൂശലേമിലെ ദേവാലയം വകയ്ക്കായി സ്വമേധയുള്ള അർപ്പണങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദായുടെയും ബെന്യാമിന്റെയും പിതൃഭവനത്തിന്റെയും പുരോഹിതന്മാരും ലേവ്യരും ദൈവത്താൽ മനസ്സുണർത്തപ്പെട്ട ഓരോരുത്തരും യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിയുവാൻ പോകേണ്ടതിന് തയ്യാറായി. ഇവിടെ കോരശ് രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുകയാണ്. ആരായിരുന്നു ഈ കോരശ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഈ പ്രകാരം അരുളി ചെയ്യുന്നു, ജനതകൾ അവന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടതിനും രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകൾ അവന് മുമ്പിൽ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നുവെന്ന് യെശയ്യാ. ഞാൻ നിനക്ക് മുമ്പായി പോകും, ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ മുറിച്ചു കളയുകയും ചെയ്യും. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുകയാണ്. കോരശിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി എന്ന് പറയുമ്പോൾ
പ്രവാചകന്റെ പുസ്തകത്തിൽ കോരശ് ജനിക്കുന്നതിന് മുമ്പേ കോരശിനെ കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. കോരശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടുകയും മന്ദിരത്തിന് അടിസ്ഥാനമിടുകയും ചെയ്യുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. കോരശ് ജനിക്കുന്നതിന് 180 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ കോരശിനെ കുറിച്ച് പറയുകയാണ്. കോരശിന്റെ മാതാപിതാക്കൾക്ക് അറിയില്ല. അവനെ പേര് ചൊല്ലി ദൈവം അവനെക്കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ എൻ്റെ ഇടയനാകുന്നു, കോരശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടുകയും മന്ദിരത്തിന് അടിസ്ഥാനമിടുകയും ചെയ്യുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അവൻ്റെ പേര് സഹിതം ദൈവത്തിൻ്റെ തിരുവചനത്തില് പ്രവാചകനിലൂടെ എഴുതപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം സത്യമാണ്, അത് നിത്യമാണ്. മാതാപിതാക്കൾ അവന് പേരിടുന്നതിന് മുമ്പേ സർവശക്തനായ ദൈവം അവൻ്റെ പേര് വിളിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവൻ എൻ്റെ ഇടയനാകുന്നു. ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തർക്കും ഒരു പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും തയ്യാറാവണം. അതിന് ദൈവത്തിൻ്റെ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കേണ്ടത്. ഇവിടെ സെരുബാബേലിൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾക്ക് മുമ്പിൽ ദൈവം പറയുന്നു, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമായ തടസ്സങ്ങളെ നീ അതിജീവിക്കേണ്ടത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം അവിടെ അരുളി ചെയ്യുകയാണ്. സെക്കര്യാവിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് പൂർത്തിയാക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു നീ അറിയും. ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ദൗത്യങ്ങൾ ചെലവഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഞാനും നിങ്ങളും അതിനെ അതിജീവിക്കേണ്ടത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ദേവാലയം പണിയുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനേക തടസ്സങ്ങളുണ്ട്. അത് രോഗമായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം, എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഇന്ന് അനേകർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കേട്ടറിവ് മാത്രമാണ്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയണം. ഇന്നത്തെ യുവതലമുറകൾക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവ് അവർക്കൊരു കേട്ടുകേൾവി മാത്രമാണ്. അതിനെ അവഹേളിക്കുന്നവരും പരിഹസിക്കുന്നവരൊക്കെയും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും ഈ പ്രകാരമുള്ള അനേക വാർത്തകൾ ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവനെ അനുദിനം വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവൻ ദൃഷ്ടി വെച്ച് ആലോചനകൾ പറഞ്ഞു തന്ന് നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയെയും പോലെ ആകരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവയെ നിയന്ത്രിക്കുന്നത് അവയുടെ ചമയങ്ങളാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ നിയന്ത്രിക്കുന്നത്? അവൻ ദൃഷ്ടി വെച്ച് ആലോചനകൾ പറഞ്ഞു തന്ന് നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ആത്മാവാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ കുതിരയെയും കഴുതയും നിയന്ത്രിക്കുന്നത് അവയുടെ ചമയങ്ങളാണ്. ആ ചമയങ്ങൾ വെച്ച് വലിക്കുമ്പോഴാണ് അതിനെ നിയന്ത്രിക്കുന്നത്. എങ്ങോട്ട് പോകണമെന്ന് അതിനെ നിയന്ത്രിക്കുന്നത് ആ ചമയങ്ങളാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധത്താലും സമ്മർദ്ദത്താലും ഒരിക്കലും നമ്മളെ നയിക്കുകയില്ല. പിന്നെ എങ്ങനെ നയിക്കും? ദൃഷ്ടി വെച്ച് ആലോചന നമുക്ക് പറഞ്ഞു തരും.
ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണമെങ്കിൽ നമ്മുടെ തിരുമുഖം, നമ്മുടെ കണ്ണ് എവിടെയായിരിക്കണം? ദൈവത്തിങ്കലായിരിക്കണം നമ്മുടെ കണ്ണുകൾ. ദൈവത്തിങ്കലേക്ക് ദൃഷ്ടികൾ ഉയർത്തി പ്രാർത്ഥിക്കണം. എൻ്റെ സഹായം എവിടെ നിന്നത് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്നാകുന്നു എന്ന ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ആ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഇന്ന് പലപ്പോഴും നമ്മുടെ കണ്ണുകൾ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്കല്ല, പലപ്പോഴും കണ്ണുകൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്കാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്നവൻ എന്താണ് ചെയ്യുന്നതാണ് ഞാനും നിങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. അവർക്കൊപ്പമാകുവാൻ തക്കവണ്ണമാണ് പലപ്പോഴും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ദൈവിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനും തക്കവണ്ണമുള്ള ഒരു വലിയ ദൗത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ പ്രകാരമുള്ള പർവ്വത സമാനമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതിനെ പ്രാർത്ഥന കൊണ്ട് നേരിടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദാവീദ് ഈ പ്രകാരം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധി അവൻ നേരിട്ടത് അവൻ്റെ സൈന്യത്തിൻ്റെ ശക്തി കൊണ്ടോ അവൻ്റെ കഴിവിലോ അല്ല. മല്ലനായ ഗോലിയാത്തിനെ അവൻ നേരിടുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട് നീ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നീക്കി കൊടുക്കുന്നതിന് എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ. ഈ പരിശോധന ഏൽക്കാത്തനായ ഫെലിസ്ത്യൻ ആരെ എന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവൻ ഇന്നതൊക്കെയും കൊടുക്കുമെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവരോട് സംസാരിക്കുന്നവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ എന്തിനിവിടെ വന്നു? കുറെ ആടുകൾ ഉള്ളതിനെ നീ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് വന്നു? നിന്റെ അഹങ്കാരവും നികളവും എനിക്കറിയാം. യുദ്ധം കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ് ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്ക് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടുമാറി മറ്റൊരുവനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ആ മുമ്പത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. എൻ്റെ 33-ാം വാക്യം. ശൗൽ ദാവീദിനോട് ഈ ഫെലിസ്ത്യനെതിരെ പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ യുവാവത്രേ. അവൻ ചെറുപ്പം മുതൽ യോദ്ധാവാകുന്നെന്ന് പറഞ്ഞു. അതിന് ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അത് വായിൽ നാട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എനിക്കെതിരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. 37-ാം വാക്യം. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ശൗൽ ദാവീദിനോട് പോവുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവയായ ദൈവം എന്നെ സഹായിക്കുമെന്ന് ദാവീദ് അവിടെ പറയുകയാണ്. മലനായ ഗോലിയാത്തിനെ അവൻ നേരിടുവാൻ പോകുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ശക്തി ആർജിച്ചെടുത്തുകൊണ്ടാണ്. ദൈവം എന്നെ സഹായിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളിൽ എന്നെ സഹായിച്ചത് എൻ്റെ ദൈവമാണ്. സിംഹത്തിൻ്റെയും കരടിയും കയ്യിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിച്ചത് യഹോവയായ ദൈവമെന്നവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ആ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ശൗൽ പറയുകയാണ്, പോവുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കട്ടെ. ശൗൽ തന്റെ പടച്ചിട്ട ദാവീദിനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ താമ്രശസ്ത്രം വെച്ച് അവന്റെ കവചവും അവന് ധരിപ്പിച്ചു. ആ പടച്ചിട്ടമേൽ അവന്റെ വാൾ തൂക്കി നടക്കുവാൻ ദാവീദ് ശ്രമിച്ചു. എന്നാൽ അവന് പരിചയമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്
ശീലിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഇവ ധരിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അവ ഊരി വെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ തിരഞ്ഞെടുത്ത് ഇടസഞ്ചിയിലിട്ടു. കവണയുമായി ഫെലിസ്ത്യനോടടുത്തു. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കടന്നുപോയി ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ ദാവീദ് നിലംപരിചാക്കുന്ന സംഭവമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ദൈവമാണ് എൻ്റെയും നിങ്ങളെയും കൂടെ കടന്നു വരേണ്ടത്. നമ്മുടെ മുന്നിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങളെ സമഭൂമിയാക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ അല്ല. കൃപ എന്നാർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം എന്ന് പറയുമ്പോൾ ദൈവജനം എങ്ങനെയാണ് പോകേണ്ടത്? അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ കൃപയാണ് അവൻ ആശ്രയിക്കേണ്ടത്. അവൻ്റെ മുന്നിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങളെ സമഭൂമിയാക്കുവാൻ തക്കവണ്ണം കൃപ ദൈവത്തിൻ്റെ കൃപയാണ് അവൻ ആർജിക്കേണ്ടത്. നമുക്ക് എത്ര പേർക്ക് ഈ ദൈവകൃപ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? ഞാനും നിങ്ങളും ഈ പ്രകാരം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വീണു പോകുന്നവരാണോ? എങ്കിൽ സെരൂബാബേലിനോട് വാക്ക് പറഞ്ഞ ദൈവം ഈ രാത്രി എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ വചനത്താൽ ധൈര്യപ്പെടുത്തുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ദാവീദിൻ്റെ അനുദിന ജീവിതത്തിൽ ഈ പ്രകാരം അവൻ ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിച്ചവനാണ്. അവനൊരിക്കലും സൈന്യത്തിൻ്റെ ബലത്തിലോ അവൻ്റേതായ കഴിവിലോ ഒന്നും ദാവീദ് ആശ്രയിച്ചിട്ടില്ല. അവൻ ദാവീദായിരുന്ന രാജാവായിരുന്നപ്പോഴും ദാവീദ് തൻ്റെ ദൈവത്തിലാണ് സമ്പൂർണ്ണമായി ആശ്രയിച്ചത്. അവൻ്റെ സ്വന്തം മകൻ പോലും അവന് പ്രതികൂലമായി തീരുമ്പോഴും ദാവീദ് യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ദാവീദിന് ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയത്തെ നമുക്ക് അനുഭവമാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. എൻ്റെ ഉള്ളം യഹോവയെ നോക്കി മൗനമായിരിക്കുന്നുവെന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയണം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. അത് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ആലോചനകൾ പറഞ്ഞു തന്ന് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ആത്മാവാണ്. ആ ശക്തിക്ക് വേണ്ടി ആർജിക്കുവാനും പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയണം. ഇവിടെ സെരൂബാബേൽ അവൻ്റെ മുമ്പിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങളെ സമഭൂമിയാക്കിക്കൊണ്ട് യെരൂശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിടുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവം പറയുന്നു, നീ അടിസ്ഥാനമിട്ട ദേവാലയത്തിൻ്റെ പണി നീ പൂർത്തീകരിക്കുമെന്ന് ദൈവമോട് ഉറപ്പ് നൽകുകയാണ്. ദൈവം അതിനാവശ്യമായ എല്ലാ മുഖാന്തരങ്ങളെയും സെരൂബാബേലിന് ഒരുക്കി കൊടുക്കുകയാണ്. പ്രവാചകനിലൂടെയാണ് ദൈവം അരുളി ചെയ്യുന്നത്, സർവ്വസൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ ഈ ദേവാലയത്തിന് നീ ആണിക്കല്ല് കയറ്റും. ആണിക്കല്ല് കയറ്റുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ പണി മുതലുള്ള പണികളല്ല. ദേവാലയത്തിൻ്റെ ഏറ്റവും അവസാനം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്ന അതിഭീകരമായ ഒരു കല്ലാണ് ആണിക്കല്ല്. അതെങ്ങനെ അതിൻ്റെ മുകളിൽ കയറ്റും? ഇന്നത്തെ പോലെ ക്രെയിൻ സംവിധാനങ്ങളില്ല. ദൈവജനം ഒരു മനസ്സോടെ ഒരേ ആത്മാവിൽ കൃപ എന്നാർപ്പോടുകൂടിയാണ് ഈ വലിയ ആണിക്കല്ല് കയറ്റുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി നിങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളിൽ ഭയപ്പെട്ടിരിക്കുന്നവരാണോ? എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിങ്ങൾ ചിന്തിച്ച് വേദനപ്പെട്ടിരിക്കുന്നവരാണോ? ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങൾ സമഭൂമിയാക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കുന്ന ദൈവമാണ്. സെരൂബാബേലിനെ സഹായിച്ച ദൈവം, ദാവീദിനെ സഹായിച്ച ദൈവം, ഇസ്രായേൽ മക്കളെ അത്ഭുതങ്ങളിലൂടെ വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മുന്നിലുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവസ്ഥാനത്തിൽ നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചുവല്ലോ.
സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സെരൂബാബിനോട് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ മുമ്പിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങൾ സമഭൂമിയാക്കുവാൻ തക്കവണ്ണം കൃപയെന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റുമെന്ന് സെരൂബാബിനോട് വാക്ക് പറഞ്ഞ സ്വർഗത്തിലെ ദൈവമേ, ഈ രാത്രി തിരുവചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജനത്തിൻ്റെ മുന്നിലുള്ള എല്ലാ പ്രതികൂലങ്ങളും തടസ്സങ്ങളും മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിച്ചെടുത്തുകൊണ്ട് ദൈവമേ അവിടുത്തെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഈ രാത്രി ദൈവമേ വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭയത്തോടിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവിടുത്തെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ പ്രതികൂലങ്ങളിൽ പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. ഈ രാത്രി നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അങ്ങയുടെ വിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് കർത്താവെ അടിയങ്ങൾക്ക് കൃപ എന്ന ആർപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുനർനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.